വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ബാങ്കിങ് ആസ്പിരൻസിനുള്ള ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ്സ്. അപ്പോൾ ജൂനിയർ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ SBI റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നോക്കുക, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, അതായത് November 17 മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് December 7. അപ്പോൾ November 17 മുതൽ December 7 വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് ഏകദേശം ജനുവരിയിലായിരിക്കും. അപ്പോൾ ഇത് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്, അതിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഡേറ്റിൽ തന്നെ എക്സാം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനി അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ ഏകദേശം ഫെബ്രുവരിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതലാണ്, അതായത് November 17 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. November 17 സ്റ്റാർട്ട് ചെയ്തിട്ട് December 7 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നോക്കുക, ഇതിൻ്റെ വേക്കൻസി ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ ഉള്ളത് 8283 വേക്കൻസിയാണ്. പിന്നെ കേരളത്തിൽ വേക്കൻസി വരുന്നത് 47. തിരുവനന്തപുരത്താണ് പറയുന്ന വേക്കൻസി വരുന്നത്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ 8283, കേരളത്തിൽ 47 വേക്കൻസിയുമാണ് ജൂനിയർ അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏജ് ലിമിറ്റ് നോക്കുക, നോട്ട് ബിലോ 20 years ആൻഡ് നോട്ട് എബോവ് 28 years. അപ്പോൾ 20നും 28നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. അതിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് കിട്ടുന്നത്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി, അത് ജനറൽ EWS ആ ഒരു കാറ്റഗറിയിലുള്ള പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് വരുന്നത്. ഇനി ആ ഒരു SC/STയിലുള്ള പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആ കാൻഡിഡേറ്റ്സിന് 15 വർഷത്തെയും, OBCയിലുള്ളവർക്ക് 13 വർഷത്തെയും ഏജ് റിലാക്സേഷനാണ് വരുന്നത്. എക്സ് സർവീസ് മെന്നിന് ആക്ച്വൽ പീരീഡ് ഓഫ് സർവീസ് റെൻഡേർഡ് ഇൻ ദ ഡിഫൻസ് സർവീസ് +3 years. അപ്പോൾ +3 years അവരുടെ ആ ഒരു ടൈമും പിന്നെ +3 years ആണ് അവർക്ക് വരുന്ന ഏജ് റിലാക്സേഷൻ വരുന്നത്. പിന്നെ വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ ആൻഡ് വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഹസ്ബൻഡ്സ് ആൻഡ് ഹു ആർ നോട്ട് റീമാരീഡ് അവർക്ക് 7 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് വരുന്നത്. ഇനി ട്രെയിൻഡ് അപ്രൻറ്റീസ് ഓഫ് SBI അതിൽ SC/ST കാൻഡിഡേറ്റ്സിന് 6 വർഷത്തെ ഏജ് റിലാക്സേഷനും, OBC 4 വർഷത്തെ, ജനറൽ EWSന് 1 വർഷത്തെ ഏജ് റിലാക്സേഷനും, പിന്നെ PWBD SC/STയിലുള്ള പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി അവർക്ക് 16 വർഷത്തെയും, OBCയിലുള്ളവർക്ക് 14 വർഷത്തെയും, പിന്നെ ജനറൽ കാറ്റഗറിക്ക് 11 വർഷത്തെയും ഏജ് റിലാക്സേഷനാണ് വരുന്നത്. ട്രെയിൻഡ് അപ്രൻറ്റീസ് ഓഫ് SBI അതാണ് ആ ഒരു കാറ്റഗറിയുടെ ഏജ് റിലാക്സേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ ഒരു ഡീറ്റെയിൽസ് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിനാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിലുള്ള ഗ്രാജുവേഷനുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. പിന്നെ ദോസ് ഹു ആർ ഇൻ ദ ഫൈനൽ ഇയർ ഓർ സെമസ്റ്റർ ഓഫ് ദെയർ ഗ്രാജുവേഷൻ മേ ഓൾസോ അപ്ലൈ. അപ്പോൾ ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ലാസ്റ്റ് സെമസ്റ്ററിലെ നിൽക്കുന്ന ഒരു സ്റ്റുഡൻസിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് മാത്രമാണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് SBI.bank.SBI വെബ് കാരിയേഴ്സ് ആ ഒരു സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്, അതുവഴിയും നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നോക്കുക, SC/ST PWBD കാൻഡിഡേറ്റ്സ് പിന്നെ എക്സ് സർവീസ് മെൻ അവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 780 രൂപയാണ് ഫീസ് വരുന്നത്. അതും ഓൺലൈനായിട്ട് തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫീ പേയ്മെൻറ്റും നടത്താവുന്നതാണ്. അപ്പോൾ 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി നോക്കുക, ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും മെയിൻ എക്സാമിനേഷൻ്റെയും ബേസിസിലായിരിക്കും. അപ്പോൾ 2 ഫേസ് ആയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആദ്യത്തെ ഫേസിൽ പ്രിലിമിനറി എക്സാമിനേഷൻ, സെക്കൻഡ് ഫേസിൽ മെയിൻ എക്സാമിനേഷൻ. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇതിൽ വരുന്നത് 3 പാർട്ടാണ്, അതായത് 3 ടെസ്റ്റിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 30 മാർക്കാണ് മാക്സിമം.
ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്, റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 മാർക്കാണ് മാക്സിമം. ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 1 മണിക്കൂറാണ് കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് 1/4 ആണ്. അതായത് ഓരോ 4 തെറ്റുത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയിലാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ, പ്രിലിമിനറി എക്സാമിനേഷൻ ആവട്ടെ മെയിൻ എക്സാമിനേഷൻ ആവട്ടെ, നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, മലയാളത്തിലും എക്സാം അറ്റൻഡ് ചെയ്യുക. അത് പ്രിലിമിനറി ആയിക്കോട്ടെ മെയിൻ ആയിക്കോട്ടെ. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഇതാണ്. 100 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്, 1 മണിക്കൂറാണ് സമയം. നെഗറ്റീവ് മാർക്ക് 1/4 ആണ്. ഇനി മെയിൻ എക്സാമിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ട്, അത് 50 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് അത് 50 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻസ് ആണ്. മാർക്ക് 200 ആണ്, മാക്സിമം മാർക്ക് 200 ആണ്. ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഇവിടെയും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് 1/4 ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ എക്സാമിനേഷൻ്റെ മാർക്കാണ് നമ്മളുടെ ഫൈനൽ സെലക്ഷനിൽ അവർ നോക്കുന്നത്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ മെയിൻ എക്സാമിനേഷൻ്റെ മാർക്കാണ് മെയിനായിട്ട് ഫൈനൽ സെലക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഡേറ്റ് മറക്കേണ്ട, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് November 17-നാണ്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിളായിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനും ഇൻഫർമേഷനുമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്